നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കമാണ്. അതിൽ ഞാൻ ഹെമ്മിങ് സ്റ്റിച്ചിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീഡിയോ കണ്ട് കുറേ പേര് നന്നായെന്ന് പറഞ്ഞു, കമൻറ്റ് ചെയ്തിരുന്നു. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തു. ഒത്തിരി സന്തോഷം കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇന്ന് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് പഠിക്കാം. റണ്ണിങ് സ്റ്റിച്ച് 2-3 തരമുണ്ട്. അത് 4 ഉണ്ട് ശരിക്കും. അത് 2-3 നമ്മൾ പഠിച്ചാൽ തന്നെ ധാരാളമാണ്. 2 പാറ്റേൺ ഇവിടെ തരുന്നുണ്ട്, പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 2 പാറ്റേണുള്ളതും ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ അത് ചെയ്ത് തറോ ആയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ എളുപ്പമാവുള്ളൂ. കാരണം റണ്ണിങ് സ്റ്റിച്ച് കാണുമ്പോൾ ഈസിയായി തോന്നും, അത്ര ഈസി അല്ല. കാരണം അതിൻ്റെ ആ സ്റ്റിച്ചുകൾക്ക് ഒരേ വലുപ്പമായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ആ ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെ ഒരേ ലെവലിലേക്കൊന്നും സ്റ്റിച്ച് വരില്ല. അപ്പോൾ വിചാരിക്കുമോ ഇതൊന്നും എനിക്ക് പറ്റില്ല, അങ്ങനെ ചിന്തിക്കേ വേണ്ട. നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ചെയ്ത് പഠിക്കുക, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1-2 പാറ്റേൺ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കത് തറവായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റണ്ണിങ് സ്റ്റിച്ചിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞാൻ തന്ന ഒരു പാറ്റേൺ. റൗണ്ട് ഷേപ്പ് വരയ്ക്കുക, പിന്നെ ലൈനുകൾ വരയ്ക്കുക. 16 ലൈൻ ഉണ്ട് അതിൽ. ഇത് മുഴുവൻ റണ്ണിങ് സ്റ്റിച്ച് കൊണ്ട് ചെയ്ത് തീർക്കുക. രണ്ടാമത്തത് ഒരു സ്റ്റെമ്മ്, പിന്നെ ലീഫാണ്. ഇത് രണ്ടും ഞാൻ നേരിട്ടിട്ടാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി റിങ് വയ്ക്കുന്ന വിധം ഇത് പിന്നെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കാം, അറിയാത്തവർ മാത്രം ശ്രദ്ധിച്ചോളൂ. ഇത് റിങ് വയ്ക്കുമ്പോൾ വളരെ ടൈറ്റ് ആക്കിയിരിക്കണം. പിന്നെ റിങ് പിടിക്കുന്നത് ശ്രദ്ധിക്കണം. റിങ്ങിൻ്റെ അപ്പുറം ഇപ്പുറം പിടിക്കാൻ പാടുള്ളൂ. നടുവിലേക്ക് കൈ തുണിയുടെ അടിയിൽ കൊണ്ടുപോയിട്ട് കൈ തള്ളി വെക്കരുത്. അപ്പോൾ തുണി വളരെ ലൂസാവും. ലൂസായി കഴിഞ്ഞാൽ സ്റ്റിച്ചിൻ്റെ ഭംഗി പോവും. അപ്പോൾ എപ്പോഴും തുണി പിടിക്കുമ്പോൾ ബോർഡറിൽ, അതായത് ഈ ഫ്രെയിമിൽ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഈ സാധാരണ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ സൂചി മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കി വേണം ചെയ്യാൻ. ഇവിടെ കണ്ട നൂല് മുകളിൽ കാണാനില്ലേ? എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് ഇറക്കുക. സ്റ്റിച്ച് അവിടെ ലോക്കായി വീഴും. ഇനി അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണ നമ്മൾ കെട്ടിടുമല്ലോ, കെട്ടിട്ടിട്ട് സൂചി താഴത്തുനിന്ന് മുകളിലേക്ക് വലിക്കില്ലേ, അങ്ങനെ ചെയ്യാം. പക്ഷേ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ സാധാരണ ഇതിങ്ങനെ ചെയ്യുക. ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ തിന്നായ തുണിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ കെട്ടുകൾ ധാരാളം വന്നു കഴിഞ്ഞാൽ അതൊരു അഭംഗിയാണ് അടിയിൽ കാണുമ്പോൾ. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നൂല് കെട്ടിയിട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ. കെട്ടിടാതെയാണ് ചെയ്യുന്നതെങ്കിൽ നൂല് മുകളിലേക്ക്, അതായത് സൂചി മുകളിൽ നിന്ന് കീഴ്പ്പിട്ടേക്ക് കുത്തിയിറക്കുക. അത്ര വ്യത്യാസമേ ഉള്ളൂ. കെട്ടിടുമ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് സൂചി കൊണ്ടുവരിക, അത്ര വ്യത്യാസമേ ഉള്ളൂ. ഇതിപ്പോൾ സാധാരണ കണ്ടില്ലേ, മുകളിലേക്ക് എടുക്കുക സൂചി, താഴത്തേക്ക് കുത്തിയിറക്കുക, മുകളിലേക്ക് എടുക്കുക, താഴത്തേക്ക് കുത്തിയിറക്കുക, അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. പക്ഷെ ചെയ്യുമ്പോൾ ഒരേ അകലം കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അകലം വിട്ടിട്ടോ അല്ലെങ്കിൽ ചെറുതാവോ അരുത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഭംഗി പോയി കിട്ടും. കാരണം ഇത് ഒരുപാട് പിന്നെ എന്താണ് ബോർഡറായിട്ടും ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഈ റണ്ണിങ് സ്റ്റിച്ച്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ സൂചി കണ്ടോ, 3-4 പ്രാവശ്യം ഒറ്റയടിക്കാണ് കുത്തിയെടുക്കും സൂചി വഴി. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, സ്റ്റിച്ചിൻ്റെ ഭംഗി പോയി കിട്ടും. ഓരോന്നായിട്ട് വേണം നമ്മൾ കുത്തിയെടുക്കാൻ. ഓരോന്നായിട്ട് താഴത്തേക്ക് കുത്തിയെടുക്കുക, മുകളിലേക്ക് എടുക്കുക, അങ്ങനെ വേണം അത് ചെയ്യാൻ കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, വേറൊരു പാറ്റേൺ തന്നു പറഞ്ഞില്ലേ, അത് ആദ്യത്തെ പാറ്റേൺ ആണ്. അപ്പം ഇതിലിപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ്
വളരെ ഈസിയാണ്. ഇത് ഞാനിതെല്ലാം 3 കളർ ഉപയോഗിച്ചിട്ട് ഇത് ഫില്ല് ചെയ്തിരിക്കണം കണ്ടോ. ഇനി അടുത്ത രണ്ടാമത്തെ പാറ്റേൺ. ഇത് പിന്നെ ഞാൻ കുറേ ചെയ്തിട്ട് ഒരെണ്ണേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. എല്ലാതും കൂടി കാണിച്ച വീഡിയോ ലെങ്തി ആവില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ എണ്ണേ കാണിക്കുന്നുള്ളൂ. ഒരു ലൈൻ സാധാരണ ഇപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തുല്ലോ, അതേപോലെ ഒരു ലൈൻ നൂല് മുകളിൽ നിന്ന് താഴത്തേക്കാണ് സൂചി കുത്തി വെച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് താഴത്തേക്കാണ് സൂചി കുത്തിയിരിക്കുന്നത് കേട്ടോ. റെഡും റണ്ണിങ് സ്റ്റിച്ചായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഇത് ഇങ്ങനത്തെ ആദ്യം ഞാനൊരു 8 ലൈൻ വരച്ചു, പിന്നീടാണ് ബാക്കിയുള്ള ലൈൻ കൂടി ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് കണ്ടോ. നിങ്ങൾ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു ചേർത്ത് ഓരോ ലൈൻ കഴിഞ്ഞാൽ അതപ്പം കട്ട് ചെയ്യണം, എന്നിട്ട് അടുത്ത ലൈൻ വരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് പറയണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.